വെൽക്കം ടു മൈ ചാനൽ ഇക്കണോമിക്സ് ടിപ്സ് ബൈ അനു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമിയിലെയാണ്. എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെയെന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ശരിക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തമായിരുന്നു, അതുപോലെ തന്നെ ഡെവലപ്ഡും ആയിരുന്നു ഇന്ത്യ എന്നുള്ള രാജ്യം. അവരുടെ മെയിൻ ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ ആയിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നതും ഒക്കെ കാർഷിക മേഖലയിലായിരുന്നു. ഇന്ത്യൻ ഇക്കോണമിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ നട്ടെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ കൃഷിയായിരുന്നു. ഇനി ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. കോട്ടൺ, സിൽക്ക്, മെറ്റൽസ്, മാർബിൾസ്, പ്രീഷ്യസ് സ്റ്റോൺസ്, ഇതൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു പ്രോഡക്റ്റാണ് ദക്ക, മസ്ലിൻ, കാലിക്കോ ആൻഡ് കാശ്മീർ ഷൽവാർ ഹാഡ് വേൾഡ് വൈഡ് മാർക്കറ്റ്. ഇതിനൊക്കെ കൂടുതൽ ലോകരാഷ്ട്രങ്ങളിൽ മാർക്കറ്റും ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്ട്സുകൾക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളായിരുന്നു രണ്ട് സാമ്പത്തിക നയങ്ങൾ. അവർ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ടു മോട്ടീവ്സ് എന്തൊക്കെയായിരുന്നു? അവർ കൊണ്ടുവന്ന ഇക്കണോമിക് പോളിസിയിലുണ്ടായിരുന്ന രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. അതായത് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് ഒരു ഉറവിടമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ത്യ അങ്ങനെ ഒരു ഉറവിടമാക്കി മാറ്റുക, അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ടു കൺവേർട്ട് ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ഗുഡ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ നിർമ്മിച്ച സാധനങ്ങളുടെ വിറ്റഴിക്കാനായിട്ടൊരു മാർക്കറ്റാക്കി നമ്മുടെ ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു ഇവരുടെ രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ പ്രൈമറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ അതിനൊരു ഉറവിടമാക്കി മാറ്റുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് ടു കൺവേർട്ട് ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ഗുഡ് മാനുഫാക്ചറിങ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിർമ്മിച്ച വസ്തുക്കൾക്ക് ഒരു വിപണിയാക്കി നമ്മുടെ ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു ഇവർ കൊണ്ടുവന്ന രണ്ട് സാമ്പത്തിക നയങ്ങൾക്കുണ്ടായ രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മൂലം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കിയിരുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറിയ ചെറിയ ഇൻഡസ്ട്രീസുകളുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസൊക്കെ ഈ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെയുള്ള വ്യവസായങ്ങളൊക്കെ നശിച്ചു. കാരണം പൂട്ടേണ്ടി വന്നു. കാരണം അവർക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതായി, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളൊന്നും ഇല്ലാതായതുകൊണ്ട് ആ ഒരു വ്യവസായങ്ങൾ നിർത്തിപ്പോകേണ്ടി വന്നു. അതിൻ്റെ മൂലം ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്തു? തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയൊന്നൊരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചേരും, ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി ഇന്ത്യൻ ഇക്കോണമിയിൽ. അപ്പം ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ GDP അല്ലെ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ ദേശീയ വരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ, മൊത്തം നാഷണൽ ഇൻകം ഒക്കെ എടുക്കുകയാണെങ്കിൽ യാതൊരു വിധമായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നുമില്ലെന്ന് ആ ഒരു സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ ദേശീയ വരുമാനം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ മുതിർന്നില്ല, അവരതിനൊരു താല്പര്യം കാണിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല GDPയിൽ. കാരണം നമുക്ക് നല്ല ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. പക്ഷേ ഈ നമ്മുടെ ആൾക്കാർക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊന്നും അവർ അറിവില്ല, അവർ ചെയ്തിരുന്നുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അതിനുശേഷം അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ദേശീയ വരുമാനമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞിരിക്കുന്നത് ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻലി ഷിറാസ്, VKRV റാവു, RC ദേശായി. ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വരുമാനം ആദ്യമായിട്ട് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തികളാണ് ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻലി ഷിറാസ്, VKRV റാവു, RC ദേശായി.
എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്ത സാധനങ്ങളും സേവനങ്ങളും അത് കൂട്ടുന്നതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞിരിക്കുന്നത്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്ത സാധനങ്ങളും സേവനങ്ങളും കൂട്ടുന്നതിനെയാണ് നമ്മളെല്ലാം കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത് GDP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തികളാണ് ദാദാഭായ് നവറോജി, വില്യം ഡിക്ബെ, ഫിൻലി ഷിറാസ്, VKRV റാവു, RC ദേശായി. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് VKRV റാവു ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞിരിക്കുന്നത് VKRV റാവു ആണ്. ഓക്കെ.